ഹലോ ഗൈസ്, ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ പിടിക്കണോ? അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും കുറ്റംപാറയിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ്, നിങ്ങൾ എന്നെ മിസ് ചെയ്തു? യെസ് ഞാൻ നിങ്ങളെ മിസ് ചെയ്തു. കല്യാണത്തിന് ശേഷം പിന്നെ കുറെ കിട്ടിയില്ലല്ലോ. ഈ മനുഷ്യൻ്റെ കല്യാണത്തിന് വന്നില്ല, അതുകൊണ്ട് ഞാൻ വലിയ അടുപ്പം കാണിക്കില്ല. അഫി വന്നിരുന്നു. അപ്പോൾ എന്താണ്, എനിക്കിന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ? സ്കൂളില്ല. നല്ല സന്തോഷത്തിലാണോ? എനിക്ക് നിങ്ങളെ പോലെ വ്ളോഗ് നിർത്തി ശീലമില്ലല്ലോ. ഞാൻ ഒന്ന് നല്ലൊരു ഫോമിലേക്ക് വരട്ടെ. സ്കൂളൊന്നുമില്ല. എന്താണ് നിന്റെ പ്ലാൻ? നീ ഉണ്ടോ ഇന്നത്തെ പരിപാടിക്ക്? ഞാൻ കാണാൻ സ്പെക്ടേറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഉമ്മച്ചി വരുന്നുണ്ടോ? ഉമ്മച്ചി വാഴ വെട്ടാൻ പോവാണ്. നമുക്ക് പോയി വാഴ വെട്ടാം. ഒരു സൈഡിൽ കാർ വാഷ്, ഒരു സൈഡിൽ കാർ വാഷ്, ഒരു സൈഡിൽ വാഴ വെട്ടൽ. സ്വന്തം മകനെ പോലെയാണ് നോക്കുന്നത്. മക്കളെ പോലെയാണ് നോക്കുന്നത്. എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമോ? തേച്ച് വഴി കുളിപ്പിക്കോ? അതല്ല, ഞമ്മക്ക് ഇപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാല് വണ്ടി പെണ്ണുങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. എന്റെ കുട്ടി അപ്പിട്ടാലോ? ഈ കേൾക്കൂല? ഞാൻ കേൾക്കും. ഒരു മൂടില്ല അതില്. പക്ഷെ വണ്ടിക്കൊന്നും സാഹചര്യം പോലെ. അതെന്താ അറിയോ, കുട്ടി അപ്പിട്ട കേൾക്കാൻ ബേസിക്കലി ഈസിയാണ്. ആ പാമ്പസും സ്നെഗീസും മാറ്റിയാൽ മതി. മനസ്സിലായി. പക്ഷെങ്കില് ഞാൻ പറഞ്ഞത്, ഒരു വണ്ടി കേൾക്കി കഴിയണമെങ്കിൽ ഇതേപോലത്തെ ഒരു വണ്ടി കഴിക്കണേ 2 മണിക്കൂറിന്റെ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൈ മൊത്തം മുറിയും, മേലുവേദന, ഊരവേദന. ഇവന്റെ കുട്ടി അപ്പിടുമ്പോ എന്നെ വിളിക്കണേ. ഇവൻ കൈകോന്ന് പെരടി വേദന ഇതൊക്കെ വരും. അപ്പൊ ഇതെന്താ വെച്ചാൽ, ഇത് പെണ്ണുങ്ങൾ എടുക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈക്വലായിട്ട് എന്താ പറയുള്ളത്, അത് ആദ്യമേ ബേസിക്കലി അപ്പിടുന്ന കേൾക്കലാണ് ഞങ്ങൾക്ക് സുഖം. എന്താ എന്റെ വണ്ടിയാള് കേൾക്കിട്ട് എനിക്ക് ഊര ബാക്കില്ല. എന്റെ ഊര പോയി ഇപ്പൊ തന്നെ ഈ ചെറിയ പ്രായത്തിന് കേൾക്കുന്ന. ഇതെന്താ, ആദ്യം ഒരു കോട്ട് വെള്ളം അടിക്കണം, പിന്നെ ഒരു കോട്ട് ഫോം അടിക്കണം, പിന്നെ ഇതുകൊണ്ട് കഴിക്കണം, പിന്നെ ടയേഴ്സ് വരച്ചു കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് അലോയ്സ് വരച്ചു കൊടുക്കണം, പിന്നെ ഫുള്ള് ക്ലിയർ ചെയ്യണം, പിന്നെ അത് അടിച്ച് ഫുള്ള് കളയണം. അതങ്ങനെ ഇന്നലെ 2 മണിക്കൂർ എടുക്കോ? ചെറിയ ജനിച്ച പാടുള്ള കുട്ടികളെ അങ്ങനെ എടുക്കൂലേ? 2 മണിക്കൂർ എടുക്കൂലേ കഴിക്കാൻ കുളിപ്പിക്കാനൊക്കെ? കുട്ടികളുടെ ഒരു പരിധി കഴിഞ്ഞാൽ കുട്ടികളെ ഒറ്റ കുളിക്കും. ഇതിനങ്ങനെ പറ്റൂലേ? അത് പറ്റും. കുട്ടികൾ വളരും, കാറ് വളരൂല. ആരില്ല ഇതൊന്നും കേൾക്കാൻ ഇവിടെ പറയാൻ. എന്തായാലും അപ്പൊ എന്തായാലും എന്റെ ആദ്യത്തെ മകൻ, അത് മൂത്ത കുട്ടിയാണത്. ഇത് ഇളയത്. എന്റെ പേരെന്താ? മൂത്തതാ? വലുപ്പത്തിലതാണല്ലോ. ഇത് രണ്ടാമത് ജനിച്ചിട്ട് അതിനാണല്ലോ വലിപ്പം. ഇത് രണ്ടാമത് ജനിച്ചിട്ട് ബോഡി ഷേമിങ് ഇത് ഞാൻ അനുവദിക്കില്ല. ലൈൻ കട്ട് ബോഡി ഷേമിങ് ഞാൻ അനുവദിക്കില്ല. ഹൈക്രോസ് പോലുള്ളൊരു വണ്ടി, അതായത് ഞാൻ ലിമിറ്റഡ് ടൈമിന്റെ പറയുന്നത് കേട്ടോ, ഹൈ ടൈമിന്റെ അല്ല. ഹൈക്രോസ് പോലുള്ളൊരു വണ്ടി ഫുൾ മഴ നനഞ്ഞ് ചീഞ്ഞളഞ്ഞ് കിടക്കുമ്പോ ഈ കേൾക്കുക, ഉള്ളും പുറം. എന്നിട്ടൊരു കുട്ടി അപ്പിടുമ്പോ അതും കേൾക്കുക. അതെനിക്ക് പറ്റില്ല. അതാണ് എനിക്ക് പറ്റൂല. ഞാൻ ചൂസ് ചെയ്യുന്നത് കാറാണ്. കാറായി ഇതൊക്കെ കൂടുതൽ നല്ല കറക്റ്റായി പറയുന്ന ഒരാളാണ്. ഒരു കുട്ടി അപ്പിട്ടാല് ഓന്റെ മോനേക്കാളും ഇതിനെ നോക്കത്രേ. അപ്പൊ ഒരു കുട്ടി ഓന്റെ കുട്ടി അപ്പിട്ട ഓൻ കഴിയൂല. ഇതാണ് ഒരു പെണ്ണുങ്ങൾ കഴിക്കട്ടെ പറയും. അതെന്താ അങ്ങനെയല്ല.
ഇങ്ങനെയല്ല ഉദ്ദേശിച്ചതല്ല ഓൻ അതിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കുട്ടിയോട് attachment ഉണ്ടാവില്ല. ചില പണികള് ആണുങ്ങൾ പാഷനേറ്റ് ആയിട്ട് എടുക്കുന്ന പണികൾ സ്വന്തം അതൊക്കെ ഇതിന്റെ കുട്ടിയോട് ഭാഗത്തിലാണ്. passion ഉണ്ടാവില്ല. ഉണ്ടാവും. അത് ഉണ്ടായാലും പറയാ. ഇതെന്താ പ്രശ്നം അറിയോ? ഞാൻ ഇതെന്തോ കുട്ടി ഇപ്പൊ എനിക്കില്ല. കുട്ടി ഉണ്ടാവുമ്പോൾ എനിക്ക് ഈ ഫീലിംഗ് അറിയുള്ളൂ. ഇപ്പൊ എനിക്ക് വണ്ടി ഉണ്ട്, അപ്പൊ എനിക്ക് ഈ ഫീലിംഗ് അറിയില്ല. അതാ ഞാൻ പറഞ്ഞേ, എന്റെ കുട്ടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. അതെ, അപ്പൊ ചിലപ്പോ അഭിപ്രായം ചിലപ്പോ മാറും. കാരണം കൂടുതൽ അറ്റാച്ച്മെന്റ് അങ്ങോട്ട് വരും. അപ്പൊ ഞാൻ ചിലപ്പോ കുട്ടിന്റെ അപ്പി കോരിക്കൊണ്ടേ ഇരിക്കും. അതിനായിട്ട് ഈ വണ്ടി ഒഴിച്ചു വെച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആവും, പറയാൻ പറ്റൂല. ഇപ്പൊ അത് പ്രശ്നമാക്കി മാറ്റുന്നുണ്ട്. ഞാൻ ഇമാജിൻ ചെയ്യണേ രാവിലെ കുട്ടി എണീറ്റിട്ട് അപ്പിടാൻ വണ്ടി നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്ന സംഭവമാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ കയറാം. ഒരു വിധപ്പെട്ട ഒരു 90% ആൾക്കാർക്കും അങ്ങനെ കയറാം. അതറിയോ, പെണ്ണുങ്ങൾ കുറെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുമെങ്കിലും വളരെ കുറവാണ്. ഗേൾസ് ഫീൽഡിൽ വണ്ടി എനിക്ക് പാഷൻ ഉണ്ട്. ഞാൻ എന്റെ വണ്ടി ഓട്ടം മാത്രം പാഷൻ ഉണ്ടാവില്ല. വണ്ടി ഇങ്ങനെ കേറി നല്ല സോപ്പും പാഷനും കൂടി. ഇപ്പൊ ഓന്റെ passion അതാണ്. ചെരുപ്പ് സ്വന്തമായിട്ട് വരച്ചേക്കുക. ഓരോരുത്തർക്കും ഓരോ passion ആണ്. കുട്ടീനെ ഇങ്ങനെ കഴിക്കോ? പിന്നെ കുറെ ആൾക്കാരുണ്ട് ഈ ലേഡീസ് ചെയ്യണ ഏറ്റവും വലിയ പ്രശ്നം തരോ, ഈ സീറ്റിന്റെ ഈ ഹെഡ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതിമ പിന്നെ കുത്തി വെക്കും. അത് നിങ്ങൾ കുത്തുന്ന സീറ്റുമ്പോഴാണ് കുത്തുകൊള്ളണേ നമുക്ക് ഇവിടെയാണ്. അത് കുത്തുന്നവര് മനസ്സിലാക്കണം. അതെ, അത്ര അത് ഉദ്ദേശിച്ച ആള് മനസ്സിലാക്കുക, എന്നിട്ട് നോക്കി കണ്ട് കൈകാര്യം ചെയ്യുക. ഫാത്തിമയ്ക്കൊന്നും പറയാനുള്ള ഒരു സമയം കിട്ടില്ല. അതുകൊണ്ട് അധികം എല്ലാം ബുദ്ധിമുട്ടില്ലല്ലോ സംസാരിക്കണേല്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അതിനോട് ചോദിക്കാം, അതിനോട് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ അഭിപ്രായമൊക്കെ തന്നെയാണ്? എനിക്ക് കുട്ടിയുണ്ട്. വെളിപ്പെടുത്തു, ഈ വ്ളോഗിലൂടെ വെളിപ്പെടുത്തു. കഴിഞ്ഞു 21 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വണ്ടി വീഡിയോഗ്രാഫി കല്യാണം കഴിക്കാൻ പാഷൻ ഇല്ല. അതന്നെ. അപ്പൊ അങ്ങനെ ഒരു സമയം വന്നിട്ട് ഞാൻ പറയണ്ട് അപ്പോ എന്താണ് എന്റെ അവസ്ഥ എന്നുള്ളത്. ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു കുട്ടി ഉണ്ടാവട്ടെ. എനിക്കിപ്പോ കുട്ടി വേണ്ട. അപ്പൊ ഒരു സൈഡിൽ ചെരുപ്പ് തേച്ച് കഴുകുന്ന ജിംഷ, മറ്റൊരു സൈഡിൽ സ്വന്തം കുട്ടീനെ തേച്ചൊരിച്ച് കുളിപ്പിക്കുന്ന ഞാൻ, കുട്ടിയേക്കാൾ സ്നേഹത്തിൽ തേച്ചൊരിച്ച് കുളിപ്പിക്കുന്ന ഹനാൻഷ, മറ്റൊരു സൈഡിൽ പാർട്ടി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ബാസിൽക്ക. അതെ, ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇമ്മച്ചി എന്താ ഉണ്ടാക്കണേ നോക്കാം. വരും. കുറച്ച് ചോറ്. അതാ ഞാൻ ഇമ്മച്ചിക്ക് കൊണ്ടുവന്ന സ്പെഷ്യൽ സാധനം. ഇതില്ല കേട്ടോ, ഇത് വേറെ ആൾക്കാരുടെ. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. മുട്ട എന്തോ ഒരു സാധനമാണ്. കണ്ണൂർക്കാര് പ്രതികരിക്കുക. ഇതെന്താന്ന് ഒന്ന് തിന്നടി. ഒരു നേരത്തെ ഒന്ന് മതി, വയറങ്ങോട്ട് നിറയും. എന്തൊരു പടച്ചോനെ, ഇത് സമൂസ ഇല്ല, ഇതിനുള്ളിൽ പൊടിയാണ്, നമ്മളെ പൂരം വറുത്ത പോലത്തെ പൊടി. ഒന്ന് മതി. പിന്നെ നമ്മൾ ഉച്ച വരെ മുണ്ടൂല. കണ്ണൂരത്തെ അല്ലേ, ഇതൊക്കെ കണ്ണൂർ. ഇതൊക്കെ ഒരു ഉണ്ടാക്കിയതാട്ടോ. ഇതെല്ലാം അവിടുത്തെ അമ്മ അല്ലേ, അവിടുത്തെ അമ്മ, കണ്ണൂരത്തെ അമ്മച്ചി. ഇത് കോഴിയട. ഇത് കോഴിയട. ഇപ്പച്ചിക്ക് ഇന്ന് രാത്രി സമ്പൂർണ്ണായി. ഇനി മുണ്ടാതെ ഉറക്കത്തിൽ വരിക, തിന്നു പോവുക. ഇപ്പച്ചി കാഴ്ച കണ്ടിട്ടില്ല. കണ്ടിക്കണമെങ്കിൽ അപ്പൊ തന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. എമ്പാടും ഇതൊക്കെ തന്നെ. പിന്നെ ഇതൊക്കെ ഹോം മെയ്ഡാണ്. അതുകൊണ്ട് ഇപ്പച്ചി കഴിക്കും, അല്ലേലും ഇപ്പച്ചി കഴിക്കും. സന്തോഷം. കൊറേ ആയിട്ടാണ് ഫാത്തിമ നാള് പരിപാടിക്ക്. കല്യാണത്തിന് മുന്നേ ഇല്ല, കല്യാണത്തിന്റെ മുന്നേ വന്നതാ. നാള് വന്നു
ഫാത്തിമ അന്ന് ട്രെയിന് ബ്ലോക്കായി മരം വീഴലും ആ കേപ്പിന്റെ വീട്ടിൽ പോയി. ഇന്ന് എല്ലാവരും ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ള ദിവസം. ബെഞ്ചി എത്രയോ ആയിട്ട് ബെഞ്ചി എത്രയോ ആയി. എന്തൊരു സന്തോഷമോ ബെഞ്ചിനെ കണ്ടപ്പോൾ മാനസികമായിട്ട്. കുറേ ആയി ബെഞ്ചി നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. അവൻ്റെ അച്ഛന് സുഖമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബെഞ്ചി ഇതൊക്കെ അനക്ക് കഴിക്കാൻ പാടില്ല. ഇത് അല്ല അങ്ങനെയല്ല, അത് ബെഞ്ചി അല്ല, ബെഞ്ചി കൊണ്ടുവന്നതാണ്. അതാണ് വാട്ടയിൽ കഴിച്ചോ. ഇങ്ങനെ എടുക്കും, അയക്ക് തന്നെ തിരിച്ചിടും, അയക്ക് തിരിച്ചിടും. കുട്ടികളെല്ലാരും ഒന്നുണ്ട്. ബെഞ്ചി ഉണ്ട്, കേപ്പി ഉണ്ട്, നമ്മളെ മക്കൾ 3 ഉണ്ട്, ബാസിലുണ്ട്. ചിലപ്പോ അസ്രു അറിയില്ല, നാട്ടിലുണ്ടോ അറിയില്ല. ഉണ്ടെങ്കിലൊക്കെ ഒരു ബിരിയാണിക്ക് ജിംഷ ഉണ്ട്. കുട്ടികളെല്ലാവരും ഒരുവിധം എല്ലാവരും നമ്മൾ ബിരിയാണി ചിക്കൻ ബിരിയാണി. ഐഷുമാത്ത ഞാൻ ദമ്മിട്ടിന്റെ ബാക്കി പണികളൊക്കെ ചെയ്യണം. എന്നാ ശരി, എന്നാൽ നിങ്ങൾ നടക്കട്ടെ. നമുക്ക് വഴിയെ കാണാം. ചിറാപ്പുഞ്ചി മഴയത്ത് ഇതിന്റെ അകത്ത് ബെഞ്ചിനിട്ട് നോക്കിയാലോ? ആ ഇച്ചുണ്ട്. പഠിച്ചാലോ ഇന്നത്തെ പ്രോഗ്രാമിന്? നിങ്ങളോ? പക്ഷെ മെലഡി വേണമുണ്ടോ അറിയില്ല. മെലഡി ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ പാടേനു. ഇവിടെ ആരില്ല. ഇവിടെ അല്ലാലോ, ഇവിടെയാ തോന്നുന്നുണ്ട്. Whoever leaves this door open is what? Hello. നടുക്കൊരു തലയണൊക്കെ ഉണ്ട് കേട്ടോ. അത് ബെഞ്ചി എണീറ്റ് എനിക്ക് ഇടി കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ KP ആണ് എന്നെ വ്ളോഗ് എടുത്ത് തരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് KP. എനിക്ക് ഈ 10 ആൾ കൂടുമ്പോൾ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബട്ട് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്യുന്നു. നോക്കട്ടെ, രസമുണ്ടെങ്കിൽ നമുക്കിടാം. സെറ്റപ്പിലാണ്. അതെ, നമ്മളെ കൂടെ ഫാത്തിമ ഉണ്ട്. ഫാത്തിമയ്ക്ക് എന്താ പറയാനുള്ളത്? വളരെ എക്സൈറ്റഡ് ആണ്. കാരണം കുറേ നാൾക്ക് ശേഷം നമ്മൾ ഫുൾ ടീമിൻ്റെ പ്രോഗ്രാം നടക്കാൻ പോവാണ്. അപ്പോൾ ഷാനു വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം പറഞ്ഞ ഡേറ്റിൽ ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഷാനു പറഞ്ഞു നോക്കട്ടെ, സംസാരിക്കുക, ഫിക്സ് ചെയ്തിട്ടില്ല, വേറെ മാറ്റി തരാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വേറൊരു ദിവസത്തേക്ക് ഫിക്സ് ചെയ്തു നമ്മുടെ പ്രോഗ്രാം. അങ്ങനെ ഇന്നാണ് നമ്മുടെ പരിപാടി. ആദ്യം 14th പിന്നെയാണ് 16th ആക്കിയത്. ഇനി ചിലപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നേരെ നല്ല പിച്ച്, എനിക്ക് നല്ല അതിനെടുത്തു. ഗൈസ് ഞാനില്ല, ഇത് ഫീമെയിൽ സിംഗർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് മാറ്റി തന്നത്. ടോബി ബ്രൂസും ടോബി ജിംഷ അതിനെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിംഷാന്റെ ട്രെയിനിങ് ആണ് നടക്കുന്നത്. ജിംഷ ചാടാൻ പറ, ഇരിക്കാൻ പറ. അല്ലേ കുഴപ്പമില്ല. ഫാത്തിമയ്ക്ക് സീനാട്ടോ. ഇവിടെ ടെൻഷൻ. തായ്ലൻഡ് കോപ്പറേറ്റ് ഉണ്ടോ? തൈലത്തിനോ? കോപ്പറേറ്റ് ഇല്ല. അപ്പോൾ ഭാഗ്യം. ആർക്കും പാട്ടുകളൊക്കെ ഇടാം. കോപ്പറേറ്റ് കിട്ടൂല. ഇൻസ്റ്റയിൽ ഇടാം, യൂട്യൂബിൽ ഇട്ടാ പൊക്കും. അപ്പോൾ ഇത് പരിപാടിക്ക് മുമ്പ് സെറ്റാണല്ലോ. ഇതിനെന്താ പേര്? എന്തോ ഒരു തൈലം. തായ് ഹെർബ്. നല്ല സുഖല്ലേ? അപ്പോൾ ഉമ്മ ഇപ്പൊക്കെ എവിടെ പോയതെന്ന് കാണാനല്ലോ. ഇല്ല, ഇന്ന് ലീവല്ലേ?
രസമുണ്ടേനു? രസമുണ്ട്. ഇവിടെ അത് കേട്ടാ മതി. നോക്കാം. ഈ ഒരു കഷ്ണം എനിക്കും തരുമുണ്ടോ? ഇത് വ്ളോഗുകളുടെ കൂട്ടിമുട്ടലാണ് ഇവിടെ. ഞങ്ങള് രണ്ടാളുടെ വ്ളോഗിന്റെ കൂട്ടിമുട്ടലാണ്. എല്ലാരും രണ്ടും കാണട്ടെ. എല്ലാരും ഡിഫറെന്റ് അതിലുണ്ടാവും. ചിലപ്പോ അതിലുള്ളത് കണ്ടന്റ് വേറെ ഉണ്ടോ? ഒരു ഫാത്തിമയില് ഫുള്ള് അടിയാണെന്ന്. അതെ, വണ്ടി കഴുകുമ്പോ ഇതൊക്കെ മനസ്സിലാവും. കുട്ടി ഉണ്ടാവട്ടെ, ഞാൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. എനിക്ക് രണ്ട് കാണും എല്ലാത്തിനും. അതായത് നമ്മള് ഇന്ന് ഉമ്മ കേട്ടോ സ്റ്റേജിന്റെ ബാക്കില് സ്മോക്ക് എഫക്റ്റ് ആയിട്ട് ഇന്ന് ഫുള്ള് പോകുകയാണ്. ഇത് എന്തിനാണ് പുകയ്ക്കണത്? ഇതോ ആന്റി ഇൻഫെക്റ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ ചെറു പ്രാണികള്, ജീവി, രാഷ്ട്രീയ ഭാവി ജീവിതമൊക്കെ മൂട് ചേറില് ചാടി ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പേടിപ്പിച്ച്. അതുണ്ട്, പേടിക്കേണ്ടത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കണത്? എടുക്കണോ റീല്? ചിറ പൊഞ്ചി മഴയത്ത് ഇന്നലെ റിലീസ് കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിരാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിരാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത് ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത്. പണ്ട് പഠിപ്പിച്ച പാട്ടൊന്നും നാടൻപാട്ട് നിങ്ങൾക്ക് നാടൻപാട്ട് ഞാൻ തുടങ്ങും ഇങ്ങനെ, ബാക്കി നിങ്ങൾ മകൾ സമ്മാനം ഇങ്ങുതരാമേലെ തങ്കനിലാക്കിന്നം കുനുകുനൻ ചെറുമരികൾ ചാത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പടിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാം. വാവാവോ വാവേ വന്നും മകൾ സമ്മാനം ഇങ്ങുതരാൻ മേലെ തങ്കനിലാക്കിന്നം കുനുകുനൻ ചെറുമറുകിൽ ചാത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പഴിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാം. കുറുമ്പന്നു വേണ്ടോ ഒരു കുഞ്ഞിക്കുറിമുണ്ട് ഉടുക്കാനും വേണ്ടോ ഒരു കുമ്പിൽ പൈമ്പാലേ കുറുമ്പന്നു വേണ്ടോ ഒരു കുഞ്ഞിക്കുറിമുണ്ടേ ഉടുക്കാനും വേണ്ടു കണ്ണനും നീ നിന്നെ നോക്കി കണ്ണു വയ്ക്കും നക്ഷത്രം ഒരു പാടിയൊഴിഞ്ഞു തരുവിൻ നാടൻ പുഴുവനേ. വാവാവോ വാവേ വന്നും മകൾ സമ്മാനം ഇങ്ങു തരാൻ മേലെ തങ്കനിലാക്കിന്നം കുരുകുനൻ ചെറുമറുകിൽ ചാത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പടിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ.
അത് കേട്ടോർക്കണ ഒരു കുട്ടി ഖത്തറിലോ എന്റെ പരിപാടി സജ്ജീകരിക്കും. ഷാഫിഖാന്റെ പാലക്കാട് ജില്ലയിൽ തന്നെ KPCC മെമ്പറാണ്. ഷാഫിഖ പാർലമെന്റ് പ്രസിഡന്റ് ആവുമ്പോൾ പുള്ളി പാർലമെന്റ് പ്രസിഡന്റ്. നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കണം എന്നിട്ട് പോകാം. ഓ ഇവിടെ നിൽക്കും. ഇവിടെ എന്താ പറയാനുള്ളത്? പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസ് പാർലമെന്റും എന്തായിരുന്നു ഞാൻ അടുത്ത ക്ലിയർ ഇല്ല. ഞാനും വരാൻ കൂടി ഭയങ്കര സങ്കടം അയച്ചാല് രാവിലെ സങ്കടം വന്ന് എന്നോട് തെറ്റി പോകാം. ഞാൻ നേരത്തെ വന്നത് നിങ്ങളെ വിളിക്കാൻ പറ്റിയില്ല. ആ വിഷമത്തോടെ കൊടുത്ത് നിൽക്കണം. പട്ട് തിന്നുന്ന KP നാണുണ്ടോ? ഹാപ്പിയാണോ? കാണില്ല. പുതിയ ആളാണ്. പേരെന്തേന്? ഞാൻ കണ്ടിട്ടില്ല ഒന്നല്ലോ. ഞാൻ ഇവന്റെ അമ്മായിയാണോ? ഓ ഓക്കെ ഓക്കെ. ഐഷ്മത ഹാപ്പിയാണോ? ഹാപ്പി. ഞാനല്ലേ ഉള്ളൂ ഈ ഇവിടെ തുടങ്ങാൻ. ഞാനും കൂടെ അല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ ഞാനും കൂടെ ഇവിടെ തുടങ്ങാൻ. വേഗം പോയിട്ട് മുണ്ട കൊടുത്തു. ഡോണ്ട് ബി നേക്കഡ്, ഗെറ്റ് ഇങ്ക്ഡ്. യോ പറ ഐഷ്മത, യോ പറ. ഞാൻ യോ 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 യോ. എല്ലാരും ലൈക്ക് ഷെയർ ഷെയർ. എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ച് അമർത്തുക. എനിക്ക് കാണാവുള്ളൂ. ഞാൻ ചെന്നതാ. വലിയ ഒപ്പന കളിച്ചതാണ്, ഡാൻസ് കളിച്ചതാണ്. ഇതൊക്കെ എന്താ TV കൂടെ കാണാം, യൂട്യൂബിലും കാണാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹലോ. People are all waiting down to see you. Do you mind? Do you mind sharing a few words in the vlog? Benji can't. Fine. Appear. എല്ലാവർക്കും ഒരു ചോദ്യമുള്ളൂ. We were all missing you. കമന്റ് ഫുള്ള്. Yeah. Finally. To be honest. Hi guys, how are you all? I wasn't here because I felt sick and I had a lot of. Can I just off the fan? Yeah, sure. Yeah. You don't want light? No, I don't want light. I look really bad. Okay. Yeah, so I felt sick, so I couldn't come, and I had like a lot of responsibilities at home that I had to take care of, and even my dad felt sick, so I had to stay at home and take care of a lot of things. But I'm back. Yay! Everything's fine. We are all waiting.
എവിടെ പോയാലും പ്രോഗ്രാമിന് പോയാലും ബെഞ്ചി ബ്ലോഗ് ഇട്ടല്ല അടിയിൽ കമന്റ് ബെഞ്ചി the previous videos, no? Maybe like, oh, this This is your vlog? അവർ ബ്ലോഗ് Nice. Chumma, I am doing it for the first time. Nice. Everybody subscribe, bro. Subscribe. Subscribe. Okay, Benji ready ആവട്ടെ ബാ നമുക്ക് പോവാം. എന്തെങ്കിലും പിങ്ക് ആണ് പിങ്ക് ആയിരുന്നു അത്. എടാ that is beige pink. സത്യം. ഇളങ്കാപ്പിയാ ഇത് എങ്ങനെയാ കാപ്പിയാവുക? ബ്രൗൺ അല്ല. Hi guys. First. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ട് എല്ലാവരും ലക്ഷണവും കാണുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ സൗണ്ട് ചെക്കിന് പോവാണ്. എവിടെയാണ് നമ്മൾ പോണേ? എടക്കര ആണ് നമ്മുടെ പരിപാടി വരുന്നത്. സൗണ്ട് ചെക്കിന് പോവാണ്. 2 വണ്ടിയിലായിട്ടാണ് പോണത്. ബാക്കത്തെ വണ്ടിയിൽ കാണുന്നില്ല. അപ്പോൾ ജിംഷാദ് ഇക്കയുണ്ട് എന്നോട്. പിന്നെ അഫി കയറാണ്ട്, ബെഞ്ചി കയറാണ്ട്. അതെ, അഫി കയറാണ്ട്, ബെഞ്ചി കയറാണ്ട്. ഈച്ചു ഇല്ലേ? ഈച്ചു കയറി. അതെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടുത്തെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ പ്രേക്ഷകരെ കാണണമെന്നില്ലെങ്കിലും കാണണം, നിങ്ങൾ കാണും എന്ന് പറയണം. ഞാൻ ബെൽറ്റ് ഇടണോ? ഓടണം, നിർബന്ധമുണ്ട്. നിർബന്ധമുണ്ട്. വണ്ടി ഇതാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആഷിക. ഞങ്ങൾ എപ്പോഴും ആഷിക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ എൻ്റെ സൗണ്ട്? ഓക്കെ അല്ലേന്ന് ഇപ്പോ? ഇതാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആഷിക. ഇതാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആഷിക. നിങ്ങൾ എപ്പോഴും ആഷിക എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ് നമ്മുടെ ചെങ്ങയാണ് ആശിക്ക അങ്ങനെ ചെങ്ങായാണ് ആഷിക. ഈ ആശിക്ക എന്നുള്ള വിളി മാറ്റി ഇല്ല, അത് ആഷിക കുറച്ച് പ്രായമുണ്ട്. അങ്ങനെയൊക്കെ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ സഹൃദകൃതാവായ നാട്ടുകാരി പരിപാടി ആരംഭിക്കാൻ പോവാട്ടോ. വെഞ്ചാടെന്ന് നോക്കി പഠിപ്പിക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങൾ ഇവിടെ സ്ഥലത്തെത്തി. എടക്കര നമ്മളെ നാട് തന്നെയാണ്. ഫാത്തിമാരുടെ നാടല്ല, ഞങ്ങളുടെ നാടാണ്. ഫാത്തിമ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പ്രോഗ്രാം ഇന്ത്യ ഇസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ സിസ്റ്റേഴ്സ് മൈ ബ്രദേഴ്സ്. സിസ്റ്റേഴ്സ് ആണോ? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്തൊക്കെ പറഞ്ഞാലും എടക്കരയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എടക്കരയിൽ ഒരു ഇതെന്താ ഹോളാ? ഓപ്പൺ പറമ്പിൽ സ്റ്റേജ് കെട്ടിയതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു. സൗണ്ട് ചെക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായി. സൗണ്ട് ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ റെഡി ആയിട്ട് പിന്നെ വരും അല്ലേ? പിന്നെയും വരും, തിരിച്ചു വരും. വീണ്ടും നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഇമ്മച്ചിക്ക് പ്രോഗ്രാമിന് വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഇമ്മച്ചി പ്രോഗ്രാമിന് വന്നു. അതെ, ഉമ്മയുടെ ആ ഒരു സന്തോഷം. ഞങ്ങൾ സൗണ്ട് ചെക്കിന് അല്ല, ഇമ്മച്ചിനെ നമ്മൾ പ്രോഗ്രാമിൽ കൊണ്ടുവരും. ഇമ്മച്ചി വിഷമിക്കരുത്. ഇമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പ്രോഗ്രാമിന് വരണമെന്ന്. പക്ഷെ ഇവിടെ നല്ല തിരക്കാവാൻ സാധ്യതയുള്ളതിനാൽ നല്ല തിരക്കുണ്ടാവും തോന്നുന്നു. വരണ്ടാന്ന്. കാരണം ഒന്നാമത് ഇങ്ങനെ ഒരു പരിപാടി നടക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ഇവിടെ പരിപാടി നടക്കുന്നത്.
അപ്പോൾ ചിലപ്പോൾ നാട്ടിൽ കുറേ ആൾക്കാർ കാണണം വിചാരിക്കുന്ന ആൾക്കാർ കുറേ വരാൻ ചാൻസ് ഉണ്ട്. കാണാം, കണ്ടറിയണം കൊഷി. അല്ല എനിക്കൊരു ഭാഗ്യമുണ്ട് നാട്ടുകാരെ മുന്നിൽ പാടാനുള്ളൊരു. എന്താ പാടാ ഏതെങ്കിലും ഹലോ ആനോ പാടിയല്ലേ ഞാൻ നീക്കേ കത്തി കത്തി അത് ആഷിക്കവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നിലും. അതിലില്ല, ഇത് വേറെ മേക്കാം. ഇത് ഹനാൻക്ക് ഇടയ്ക്ക് അതാണ്. ഇതിൽ ഒരു പാട്ട് പാടാൻ ഒരു പാടിയൊക്കെ ഇല്ല, അത് പാടി വെക്കാം. അപ്പം സംശയം കഴിഞ്ഞ് നമ്മൾ പോവാണ്. പിന്നെ ചാടുവോ? അങ്ങനെ പറയില്ല, കെട്ടിച്ചൊക്കെ ചാടിയിട്ടല്ലേ ഞാൻ ചാടണേ. ഈച്ചു എടുത്ത് ഇറക്കൂ. ഓ അവിടെ ഒരു ഇൻഡുണ്ട്, അത് നോക്കണേ കറക്റ്റ് നോക്കി നിന്നാൽ മതി കേട്ടോ. ചാടി ഷേ അവിടെ ഒരു ഇൻഡുണ്ട്, കറക്റ്റ് അവിടെ നിൽക്കണേ കേട്ടോ. നമ്മള് പോവാണ്. നല്ല ക്ലാരിറ്റി വേണം. ഞാൻ അപ്പിക്ക് മനസ്സിലായി ഇവിടെ തന്നെ ആവും പരിപാടി. അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എൻ്റെ കൂടെ ഞാനുണ്ട്, ഫാത്തിമ, പിന്നെ നമ്മുടെ ഇറക്കുമതി അറിയാം, ബെൻസി. സോ ആള് ഒരു 3-4 മാസം റെസ്റ്റിലായിരുന്നു, ഓരോരുടെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു. അപ്പൊ ഇപ്പൊ അടുത്തൊന്നും പരിപാടിക്കാള് വന്നിട്ടില്ല, യൂട്യൂബ് കാണുന്നവർക്ക് അറിയാം. അങ്ങനെ ഒരു വെളിപ്പാപ്പ് ഇന്നോ തിരിച്ചു വന്നു. ഞാൻ ബെഞ്ചിലേക്ക് ചെയ്യാം. ഫാത്തി ഫാൻസ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരു വ്ളോഗായിട്ടിട്ട് ഇടാം. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.
സോ ഇനിയൊരു വീഡിയോ ഇനിയും വരുന്നുണ്ട്, വേറെ വീഡിയോസ്. നമ്മൾ ഇന്നത്തെ ഇവൻറ്റ് ചിലപ്പം കവർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, ചിലപ്പോൾ അതിടും. പിന്നെ അത് മാത്രമല്ല, ഒരു എക്സൈറ്റിംഗ് തിങ് വരുന്നുണ്ട് കമ്മിങ് ഡേയ്സ്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഇത്ര നാളത് നടക്കാൻ പ്രാർത്ഥിച്ചിരുന്നതാണ്. അപ്പോൾ ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. ആൻഡ് ഒരുപാട് വ്ളോഗ്സ് ഒക്കെ എടുക്കാനുള്ള സംഭവം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.